അല്ല നമ്മള് ഞാനേ ധനപാൽ മോട്ടേഴ്സിന്റെ ഓണർ. ഓഹോ, അല്ല മനസ്സിലായില്ല. ഞാന് സ്ഥലം ടൗൺ പ്ലാനിംഗ് ഓഫീസർ. ഹലോ. ഇരിക്കും സാർ. താങ്ക് യു. സാറും ഇരിക്കണം. ഓക്കെ, താങ്ക് യു. ഞാൻ സുശീൽ കുമാർ, ഇവിടുത്തെ ടൗൺ പ്ലാനിംഗ് ഓഫീസറാ. ടൗൺ പ്ലാനിംഗ് ഓഫീസറോ? ഓ, പഴയ സാർ മാറി പുതിയ ആളായില്ലേ? അതെ. ഞാൻ ധനപാൽ മോട്ടേഴ്സിന്റെ ഉടമസ്ഥൻ, കോടീശ്വരനാ. ധനപാൽ മോട്ടേഴ്സ് ഇവിടെ ലോക്കൽ സർവീസുകളൊന്നും ഞാൻ നടത്താറില്ല. മുഴുവൻ ഇന്റർസ്റ്റേറ്റ് സർവീസുകളാ. അതായിരിക്കും പേരാദ്യമായിട്ട് കേൾക്കുന്ന പോലെ. ആലോചന നമുക്ക് തന്നെ ആയിരിക്കും അല്ലേ? അതെ. എനിക്കും അതെ. പെണ്ണ് നല്ല അടിപൊളി കോടീശ്വരി ആയിരിക്കണം. ഏതാണ്ട് ഇതുപോലൊക്കെ മതി. കുടുംബപരമായി എന്റെ ബന്ധുക്കളൊക്കെ വലിയ ഉണക്കാരാ. അല്ല, സാർമാർക്ക് എന്തൊക്കെ ഡിഗ്രി ഉണ്ട്? അല്ല, അത് എത്ര ഡിഗ്രി ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് ഏതൊക്കെ എടുത്തെന്നോ ഏതൊക്കെ എടുത്തില്ലെന്നോ ഒന്നും ഓർമ്മയില്ല. ഒരു മിനിറ്റ്. പണക്കാരനായതുകൊണ്ടാണ്. ഹലോ, മാനേജറല്ലേ? എടോ, ആ 5 ലക്ഷത്തിന്റെ ചെക്ക് ഒപ്പിടാൻ മറന്നുപോയി. താൻ അതുമായി വൈകുന്നേരം വീട്ടിലേക്ക് വാ. ഓക്കെ. ചെറിയൊരു മറവി, എന്ത് ചെയ്യാം, പല പല തിരക്കുകളല്ലേ. ഇന്ന് തന്നെ രാത്രി എനിക്ക് ഡെറാഡൂണിലേക്ക് പോണം. യെസ്, ടൗൺ പ്ലാനിംഗ് ഓഫീസർ. എടോ, തന്നോട് ഞാൻ പറഞ്ഞില്ലേ, നോ, ആ ബിൽഡിംഗ് അവിടെ ശരിയാവില്ല. പിന്നെ ശരിയാവണമെങ്കിൽ എന്നെ വന്നൊന്ന് കാണാൻ പറ. കയ്യും വീശി വരണ്ട. ഒരു 3-4 ലക്ഷത്തിന് DD കൈ വെച്ച് പറ. ചെറിയൊരു പാരിതോഷികം. ഓക്കെ. എന്ത് ചെയ്യാനാ, പാരിതോഷികം നമ്മൾ വേണ്ടെന്ന് വെച്ചാലും ആളുകൾ കൊണ്ട് തരുകയല്ലേ. നല്ല 2 ഇരകളാണല്ലോ വന്ന് വെട്ടത്. വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്താൽ ഞാൻ രക്ഷപ്പെടും. പിന്നെ 2 ആൾക്കും പറ്റിയ ആലോചന ശരിയാക്കി തരുന്ന കാര്യം ഞാൻ ഏറ്റു. പയടച്ച് എന്ന് പറഞ്ഞു ജാതക കുറിപ്പെന്താ? എല്ലാം ഇതിനകത്തുണ്ട്, ഞാൻ വിളിക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു. ടു ഹോട്ട് ഹിയർ. ഇതിലും ഉണ്ട് എല്ലാം. 2 വെള്ള പേപ്പർ. താൻ അതിന്റെ പുറത്തേക്ക് വെക്കുക, ഞാൻ പറഞ്ഞു തരാം, താൻ എഴുതിക്കോ. ധനപാലൻ.